ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഡെഫിനറ്റ് ആർട്ടിക്കിളായ ദായിനെക്കുറിച്ചുള്ള ഒരു ഗ്രാമർ ടിപ്സ് എന്ന് പഠിച്ചാലോ. അപ്പോൾ നമുക്കറിയാം ഡെഫിനറ്റ് ആർട്ടിക്കിൾ ദായ് ആണെന്നും ഇൻഡെഫിനറ്റ് ആർട്ടിക്കിൾ എ ആൻഡ് ആൻ ആണെന്നും നമുക്കറിയാം. അതായത് എ ആൻഡ് ആൻ, ഇൻഡെഫിനറ്റ് ആർട്ടിക്കിൾ. അപ്പോൾ ഈ എ ആൻഡ് ആനിന് എന്തിൻ്റെ കൂടെ മാത്രമേ യൂസ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റുള്ളൂ? സിംഗുലർ നൗൺസിൻ്റെ കൂടെ മാത്രമേ യൂസ് ചെയ്യാനായിട്ടുള്ള പറ്റുമെന്ന് നമ്മൾ പഠിച്ചു. പക്ഷേ ദാക്ക് സിംഗുലർ നൗൺസിൻ്റെ കൂടെയും പ്ലൂറൽ നൗൺസിൻ്റെ കൂടെയും യൂസ് ചെയ്യാനായിട്ടും പറ്റും. പക്ഷേ ചില സമയങ്ങളിൽ ഈ ദാക്ക് പ്ലൂറൽ നൗൺസിൻ്റെ കൂടെ യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. അപ്പം അതിൻ്റെ എക്സാമ്പിൾ നമുക്കൊന്ന് നോക്കാം. Apples are good to eat, not the apple. അതായത് ആപ്പിൾസ് കഴിക്കുന്നത് നല്ലതാണ്. പക്ഷെ ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റും ആപ്പിൾസ് എന്നുള്ളത് എന്താണ്, ഒരു പ്ലൂറലാണ്. പക്ഷെ നമ്മൾ അവിടെ എന്താ യൂസ് ചെയ്തില്ല? ദാ യൂസ് ചെയ്തില്ല. കാരണം ആപ്പിൾസ് ഇവിടെ എന്തായിട്ടാണ് നമ്മൾ കണക്കാക്കിയിട്ടുള്ളത്? ഒരു ജനറൽ സെൻസ് ആയിട്ടാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ആപ്പിൾസിൻ്റെ കൂടെ ദാ യൂസ് ചെയ്യില്ല. അപ്പോൾ ഇനി നമുക്ക് അടുത്ത എക്സാമ്പിൾ നോക്കാം. പക്ഷേ ഇവിടെ നമുക്ക് നോക്കാനായിട്ട് പറ്റും. അപ്പോൾ ആ എക്സാമ്പിൾ ഒന്ന് നോക്കാം. The apples we bought yesterday. അതായത് the apples we bought yesterday, അതായത് ഇന്നലെ നമ്മൾ ആപ്പിൾസ് വാങ്ങി. ഇവിടെ ആപ്പിൾസ് എന്നുള്ളത് നമ്മൾ എന്താണ് പർട്ടിക്കുലർ ആയിട്ടാണ് മാറിയിട്ടുള്ളത്. അതായത് പർട്ടിക്കുലർ അഥവാ പ്രത്യേകതയുള്ളതായി മാറിയത് കൊണ്ട് തന്നെ നമ്മൾ അവിടെ എന്തായിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്? ദാ കൂടിയായിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ദ ആപ്പിൾസ് വരാൻ കാരണം. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇനി നിങ്ങൾക്ക് കൂടുതൽ അറിയണ്ട, അതിന് താഴെയുള്ള ലോങ് വീഡിയോ നിങ്ങൾ കാണുക. അപ്പോൾ മാത്രമല്ല നിങ്ങൾ അതിന് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ്. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, സീ യു.